ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് കുറച്ച് നാൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പലഹാരങ്ങളായിട്ടാണ്. നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. പുറത്തൊരു 4-5 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതാണ് തരിയുണ്ടിയും അതുപോലെ തന്നെ ക്യാരറ്റും ഈത്തപ്പഴം മിക്സ് ചെയ്തിട്ടുള്ള കേക്കുമാണ്. പിന്നെ ഉള്ളത് ഫ്രീസറിൽ വെക്കാൻ പറ്റിയിട്ടുള്ളത് ചിക്കൻ റോളും ബ്രെഡ് ഗോൾഡ് കോയിനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. ആദ്യം ഉണ്ടാക്കുന്നത് കേക്കാണ്. ഞാനിപ്പോൾ 10 മുട്ടക്കാണ് കേക്ക് ഉണ്ടാക്കുന്നത്. 10 മുട്ടക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന 1 കിലോൻ്റെ ടിന്നിൽ 3 കേക്കാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ക്യാരറ്റും ഈത്തപ്പഴവും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 1 കിലോൻ്റെ ടിന്നിൽ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 കിലോയിൽ മുകളിൽ അതിൻ്റെ വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 1 കിലോൻ്റെ പാത്രത്തിലും 1/2 കിലോൻ്റെ പാത്രത്തിലും പിന്നെ 6 പീസ് വരുന്ന ഒരു കപ്പ് കേക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കേക്കാണ് ഞാനിപ്പോൾ ഈ 10 മുട്ടക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോളിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പം 2 കിലോൻ്റെ ഒരു ചിക്കനാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ ഒരു 100 ചിക്കൻ റോൾ അല്ലെങ്കിൽ 110 ചിക്കൻ റോൾ വരെ ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ എണ്ണം. ഞാനിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ 100 ചിക്കൻ റോൾ വരെ ഉണ്ടാക്കാൻ പറ്റും. വലിയ 2 കിലോൻ്റെ ചിക്കൻ ആണെങ്കിലാണ്. ചെറിയ ചിക്കൻ ആണെങ്കിൽ അതിൽ കുറവേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2 കിലോ ചിക്കൻ ആണെങ്കിൽ അല്ലെങ്കിൽ മാത്രമേ 100 ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവർ അത് പോയിട്ട് കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. പറ്റുന്നവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഞാൻ മുമ്പേ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടല്ലോ. അതിൽ ഞാനിപ്പം കാണിച്ചിട്ടുള്ളത് ചിക്കൻ റോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കറക്കാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ്. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പറ്റുന്നവരൊന്ന് പോയിട്ട് കാണാം. പിന്നെ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തരിയുണ്ടയാണ്. ഞാനിപ്പോൾ 1.5 കിലോ റവക്കാണ് തരിയുണ്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1.5 കിലോ റവക്ക് തരിയുണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 75 പീസ് തരിയുണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നോർമൽ സൈസാണ്. അപ്പോൾ അധികം വലുതുമല്ല അധികം ചെറുതും അല്ലാത്തൊരു സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെറിയ പിന്നെ ഉണ്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 100 ഉണ്ട വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചേർക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറിലേക്കും ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഗോൾഡ് കോയിനാണ്. അത് എത്ര പീസാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ലപോലെ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 2.5 കിലോളം ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 50 പീസ് വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് മാത്രമാണ് ഫില്ല് ചെയ്യുന്നുള്ളതെങ്കിൽ ഒരു 60-65 വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ മേലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഐസ് നല്ലപോലെ പോയതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.